വടകര തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു വൈകുന്നേരമാണ് കെ ശൈലജ എന്ന കേരളത്തിലെ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തക വലിയ വികാര വായ്പോടുകൂടി തനിക്കെതിരെ ഉണ്ടാകുന്ന രാഷ്ട്രീയ അധിക്ഷേപങ്ങൾക്ക്, അതിലെ രാഷ്ട്രീയ അധിക്ഷേപം എന്നല്ല പറയേണ്ടത്, അധിക്ഷേപങ്ങൾക്കെതിരെ കേരളത്തോട് ശബ്ദിച്ചത്. അതേ തുടർന്ന് വലിയ വിവാദങ്ങളുണ്ടായി. UDF അത് ചെയ്യുന്ന ആളുകൾക്ക് UDFുമായി ഒരു ബന്ധവുമില്ല എന്നത് തള്ളിപ്പറഞ്ഞു. അത് നുണ ബോംബാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അത് കയ്യിലിരുന്ന് പൊട്ടിപ്പോയി എന്ന് പ്രതിരോധിച്ചു. വലിയ തോതിൽ UDFന് തട്ടുകേടില്ലാതെ വടകര തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് UDFന്റെ ആത്മവിശ്വാസം. അത്ര വലിയൊരു ആരോപണം ഉയർന്നിട്ട് പോലും. പക്ഷേ അത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു, വോട്ട് പെട്ടിയിലായിരിക്കുന്നു. LDFന്റെ വിദ്വേഷ പ്രചാരണങ്ങൾക്കെതിരെ നടന്ന UDFന്റെ ഒരു പൊതുപരിപാടിയുടെ വേദിയിൽ വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വേദിയിലിരിക്കെയാണ് KS ഹരിഹരന്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു സ്ത്രീ വിരുദ്ധമായ ഹീനമായ പരാമർശമുണ്ടായത്. ശ്രീ KP നൗഷാദ് അലി, ഇത് UDFന്റെ രാഷ്ട്രീയ ബോധ്യമാണോ? മാധു, UDFനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ബോധ്യവും ബോധവും ഒക്കെ വളരെ കൃത്യമാണ്. ഇവിടെ UDFന്റെ വേദിയിൽ വെച്ച് KS ഹരിഹരൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനൊരു വീഴ്ച സംഭവിച്ചു. അത് അക്ഷന്തവ്യമായൊരു വീഴ്ചയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞങ്ങളെല്ലാവരും അതിനെ തള്ളിപ്പറഞ്ഞു. ഈ ഹരിഹരൻ തന്നെ അതിലെ തെറ്റ് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് തന്നെ അത് തിരുത്തുകയും ക്ഷമാപണം നടത്തുകയും ചെയ്തു. മനുഷ്യരാകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വീഴ്ചകൾ പറ്റുമ്പോൾ പിന്നെ ചെയ്യാനുള്ളത് അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ക്ഷമാപണം നടത്തുകയും വീണ്ടും അത് ആവർത്തിക്കില്ല എന്ന് സ്വയം ഉറപ്പുവരുത്തുകയൊക്കെയാണ്. അത്തരം കാര്യങ്ങൾ ഹരിഹരൻ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് കരുതി അദ്ദേഹം പറഞ്ഞ ആ പിഴവിനൊരു പരിഹാരമല്ല എന്നുള്ളതും ഞാൻ ഉൾക്കൊള്ളുന്നു. പക്ഷേ പിഴച്ചുപോയി, വാക്ക് പിഴച്ചുപോയി, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും അടുത്ത ഉചിതമായ നടപടി എന്താണെന്ന് വെച്ചാൽ അത് ഹരിഹരൻ ചെയ്തിട്ടുണ്ട്. അതിനെ ഞങ്ങളൊക്കെ ഹരിഹരനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലാണ് ആ വിഷയത്തിൻ്റെ ഏറ്റവും പുതിയ കറൻറ്റ് പൊസിഷൻ. പിന്നെ ഹരിഹരൻ ചെയ്തത് അത് തീർച്ചയായിട്ടും അദ്ദേഹം മാപ്പ് പറയാനും തിരുത്താനും ഖേദം പ്രകടിപ്പിക്കാനും മുന്നോട്ട് വന്നു എന്നുള്ളത് മറ്റു പലരും മുൻകാലങ്ങളിൽ എവിടെയും ചെയ്യാത്ത ഒന്നാണ്. അത്തരമൊരു സാഹചര്യം കൂടി നമുക്ക് വിലയിരുത്തി വേണം ഹരിഹരനെ ഇത്തരത്തിലൊരു വിഷയത്തിൽ നമുക്ക് സമീപിക്കാൻ എന്നുകൂടി എനിക്ക് പറയാനുണ്ട്. കാരണം ഇവിടെ VS അച്യുതാനന്ദൻ സിന്ധു ജോയിക്കെതിരെയും, VS അച്യുതാനന്ദൻ ലതിക സുഭാഷിനെതിരെയും, G സുധാകരൻ ഷാനിമോൾ ഉസ്മാനെതിരെയും, അച്ചു ഉമ്മനെ സെക്രട്ടേറിയറ്റിലെ നേതാവും, പിന്നെ MM മണി അവിടുത്തെ സ്ത്രീകളെപ്പറ്റിയും ഉദ്യോഗസ്ഥകളെപ്പറ്റിയും, നിയമസഭക്കകത്ത് KK രമയെപ്പറ്റിയും, പിന്നെ A വിജയരാഘവൻ രമ്യ ഹരിദാസിനെ പറ്റിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. EK നായനാർ അമേരിക്കയിൽ വിശേഷം പറഞ്ഞിട്ടുണ്ട്. സോണിയാഗാന്ധിയെ കാണാൻ ആൾ കൂടുന്നത് സാരി കാണാനെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്. SFI നേതാവ് മാറി നിക്കടി പലച്ച് നിനക്ക് വയറ്റിലുണ്ടാക്കി തരുമെന്ന് പരസ്യമായിട്ട് ആക്രോശിച്ചിട്ടുണ്ട് തൻ്റെ മുന്നണിയിൽപ്പെട്ട പിന്നെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകയോട്. ജാതിപ്പേരുണ്ട്, സ്ത്രീ വിരുദ്ധതയുണ്ട്. അദ്ദേഹമൊക്കെ എവിടെയെങ്കിലും തിരുത്തിയതായിട്ട് നമുക്കറിയില്ല. ആ കേസൊക്കെ അവസാനിച്ചതായിട്ട് വ്യാജ സത്യവാങ്മൂലം നൽകിയതിനെ എതിർത്തുകൊണ്ടും അതിനെ നിരാകരിച്ചുകൊണ്ടും ആ ഇരയായ പെൺകുട്ടി മുന്നോട്ട് വന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ധാർഷ്ട്യവും ധിക്കാരവും KP നൗഷാദ് അങ്ങ് എണ്ണം പറഞ്ഞതിൽ അല്ല, കോൺഗ്രസിന്റെ UDFന്റെ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പരാമർശവും ഉണ്ടായിട്ടില്ല. ഒന്നാമത്തെ കാര്യം, അതായത് നിങ്ങൾക്ക് ആദ്യത്തെ ചോദ്യത്തിൽ പോലും ഒരുതരം ബാലൻസിങ്ങിന്റെ തന്ത്രം പയറ്റുന്നുണ്ട്. അത് ഇന്ന് ഈ പറയുന്ന ഇത്രയും വലിയ പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ പോലും നിങ്ങൾക്ക് രാഷ്ട്രീയ രക്ഷ നേടാനുള്ള ഒരു ശ്രമം മാത്രമായി പരിമിതപ്പെട്ടു പോകുമെന്ന് അങ്ങേക്ക് മനസ്സിലാകാനിട്ടല്ല. ശ്രീ KP നൗഷാദ് അലി അതവിടെ നിൽക്കട്ടെ. ശ്രീ KS ഹരിഹരൻ, നമ്മളൊക്കെ മനുഷ്യരാണല്ലോ. എനിക്കും ശ്രീ KP നൗഷാദ് അലിക്കും ഒക്കെ നാക്കുപിഴ പറ്റി പ്രധാനമായും ഈ പ്രോംപ്റ്റർ അനുസരിച്ചൊന്നുമല്ല നമ്മൾ ഈ ചർച്ചകളിൽ രാഷ്ട്രീയ വേദികളിലൊന്നും സംസാരിക്കുന്നത്. അപ്പോൾ പിഴവ് പറ്റും. ഈ പിഴവ് പറ്റിയിട്ട് തിരുത്തി എന്ന് പറയുന്നത് ഒരു മഹാകാര്യമായി പറയുമ്പോൾ എത്ര മണിക്കൂറുകൾക്ക് ശേഷം വലിയ കൊമ്പന്മാർ അണിനിരന്ന വേദിയായിരുന്നല്ലോ. ആ വേദിയിൽ അരാഷ്ട്രീയമായ ഒരു സംഭവം ഉണ്ടായിട്ട് അപ്പോൾ എഴുന്നേറ്റ് പറയാത്ത എന്താ പരാമർശം പിൻവലിക്കണമെന്ന് കൈയടിക്കുന്നുണ്ടായിരുന്നല്ലോ, ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ. അവരുടെ രാഷ്ട്രീയ ബോധ്യമാണ് കൂടുതൽ ഭയപ്പെടുത്തുന്നത്. ശ്രീ KP നൗഷാദ് അലി, ഇവിടെ പിന്നെ മാധു, ഞാൻ ഈ KS ഹരിഹരനുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. എനിക്ക് വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ അറിയാവുന്ന ആളാണ്. പഴയ ദേശാഭിമാനി ജീവനക്കാരനാണ്. ഒരു അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് പ്രത്യയ ശാസ്ത്രത്തിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. അദ്ദേഹവുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത് വടകര പരിപാടി കഴിഞ്ഞ് ഇറങ്ങി തിരിച്ച് കോഴിക്കോട്ടേക്കുള്ള ബസ്സിൽ, വള്ളിക്കുന്നിലാണ് അദ്ദേഹത്തിൻ്റെ വീട്, മലപ്പുറത്ത്, അങ്ങോട്ടുള്ള യാത്രയിൽ തന്നെ അദ്ദേഹം
അതിനെതിരെയുള്ള തൻ്റെ ഖേദവും തൻ്റെ ക്ഷമാപണവും ഒക്കെ രേഖപ്പെടുത്തുന്ന വിവിധങ്ങളായ പ്രസ്താവനകളും പിന്നെ ഫേസ്ബുക്ക് ഇടപെടലുകളും ഒക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു വലിയ തെറ്റ് പറ്റിയതിൻ്റെ വലിയ മനസ്താപത്തിലാണ്, പശ്ചാത്താപത്തിലാണ്, ഖേദത്തിലാണ്. അപ്പോഴത്തേക്കൊക്കെ കാര്യങ്ങൾ ഏറെ കൈവിട്ടു പോയിരുന്നു. ശ്രീ കെ പി നൗഷാദിനെ അല്ലല്ല, ഒരു വിവരം കേരളമാകെയോ ലോകമാകെയോ പടരാൻ ഈ പറയുന്ന മണിക്കൂറുകളുടെ ഇടവേളയൊന്നും ഇപ്പോൾ ആവശ്യമില്ല. അത് തീ കൊളുത്തി വിട്ട ഒരു റോക്കറ്റ് പോലെ അത്രമേൽ കേരളം മുഴുവൻ, മലയാളം അറിയുന്ന സകല മനുഷ്യരിലേക്കും പടർന്നു കഴിഞ്ഞതിന് ശേഷം നിൽക്കക്കള്ളിയില്ലാത്ത ക്ഷമാപണമായിരുന്നു. ഇന്ന് രാവിലെ മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കുമ്പോൾ പോലും ഈ ഖേദത്തിന്റെ, അടിയുറച്ച ഒരു ഖേദത്തിന്റെ ഒരു ലാഞ്ചന പോലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നില്ല. മറിച്ച് മാധ്യമങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിൽ എനിക്ക് സംസാരിക്കാനൊന്നും കഴിയില്ല എന്ന് പറയുന്ന ഒരുതരം ധാർഷ്ട്യമാ വാക്കുകളിൽ ഉണ്ടായിരുന്നു. അത് ഇത്രയും വലിയ, അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ മനസ്താപത്തിൽ, മനസ്സറിഞ്ഞുള്ള വികാര വായ്പിലിരിക്കുന്ന ഒരാളുടെ ശബ്ദമോ വാക്കുകളോ ആയി എനിക്ക് തോന്നിയിട്ടില്ല ശ്രീ കെ പി നൗഷാദ്.